മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയും കരുണയും കൂടെ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വരുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇത്രയും നാൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു, അയാളുടെ ഉപദേശമെങ്കിൽ മാത്രം കേട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെയല്ല, ആരുടെയെല്ലാം മുഖം കാണണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവർ കയറി വരികയാണ്. അതേസമയം വാതിൽ തുറക്കുന്നത് മഞ്ജു ആയിരിക്കും. മഞ്ജുവിനെ കാണുന്നതും കരുണയും ഉണ്ണിയും ആകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. ഇവളെന്താണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ള ഭാവത്തിൽ. അപ്പോഴേക്കും മഞ്ജു ചോദിക്കുന്നുണ്ട്, ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നെ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. ഞാൻ മാത്രമല്ല സാഗരേട്ടനും ഇവിടെ ഉണ്ടെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട്. ഈ ഓണം കഴിഞ്ഞിട്ട് ഞാൻ സാഗരേട്ടനും ഇവിടെ നിന്നും പോകുള്ളൂ. ഈ ഓണത്തിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും ഇവിടെ, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നതെന്നെല്ലാം മഞ്ജു പറയാണ്. കണ്ണേട്ടനും കുഞ്ഞുമെല്ലാം ഇവിടെ തന്നെയുണ്ട്. അവർ പോകുന്നതിന് മുമ്പാണോ നിങ്ങളിവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ, അതിന് മുമ്പാണ് ഞങ്ങളിവിടെ വന്നത് എന്ന് പറയുന്നുണ്ട്. നിനക്കൊന്നും ഒരിക്കലും ഒരു കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള അർഹതയില്ലടാ എന്നെല്ലാം പറയുന്നു മഞ്ജു. എൻ്റെ സ്വഭാവം പഴയതുപോലെയൊന്നുമല്ല, എൻ്റെ സ്വഭാവം നല്ല രീതിക്ക് തന്നെ മാറിയിട്ടുണ്ടെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് മഞ്ജു ആണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്കൊന്നും ഒരിക്കലും മാറാനായിട്ട് കഴിയില്ലടാ, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഏട്ടാ എന്ന് വിളിച്ച നാവ് കൊണ്ട് എടാ എന്ന് ഞാൻ വിളിക്കുന്നതെന്നെല്ലാം മഞ്ജു ദേഷ്യപ്പെടുന്നുണ്ട്. കരുണാലയത്തിലെത്തുന്ന പ്രതാപനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തായുടെ കാര്യങ്ങളല്ലെന്നല്ല ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ളതൊന്നും അവർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെറിയതായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി അവർക്ക് കുറച്ച് കാശെല്ലാം കൊടുത്തിട്ടാണ് വരുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞ് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്ന, നീ എന്ത് മണ്ടത്തരവാടാ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതുപോലെ വല്ലതും ചെയ്യുമോ അമ്മ, എന്നെ അമ്മയ്ക്ക് അറിയില്ലേ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ ജാനമ്മയെ കൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം തന്നെ സാധിപ്പിക്കും, അതിനുള്ളൊരു ഉദാഹരണമാണ് ഞാൻ അവർക്ക് ഈ പൈസ കൊടുത്തിരിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ. എന്നിട്ട് നമ്മുടെ കുഞ്ഞിന് ഈ പ്രാവശ്യമെങ്കിലും ഓണത്തിന് നല്ലൊരു രീതിക്കുള്ള സമാധാനം കൊടുക്കണമെന്നെല്ലാം പറയുമ്പോൾ, അതെല്ലാം നടക്കും അമ്മേ, കുഞ്ഞിനെ അവിടെ നിന്നും മാറ്റാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിൽ ഈ പ്രാവശ്യം കൂട്ടക്കരച്ചിലാണ് ഉണ്ടാകുന്നതെന്നെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ. പിന്നീട് കരുണയാണെങ്കിൽ താഴോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജുവിൻ്റെ കയ്യിൽ കുഞ്ഞിരുന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുന്നത് കണ്ട് കരുണ ഇവരുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, അന്ന് വീട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് കുഞ്ഞിനെ എടുക്കാനായിട്ട് സമ്മതിപ്പിച്ചില്ലല്ലോ, അതുകൊണ്ട് ഈ പ്രാവശ്യം കുഞ്ഞിനെ എനിക്കൊന്ന് എടുക്കാൻ തരുമോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിന്നെ എന്ത് വിശ്വസിച്ചാടി കുഞ്ഞിനെ ഞാൻ കയ്യിലോട്ട് തരേണ്ടത്, നിനക്ക് നാണമില്ല ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ വരാൻ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, കുഞ്ഞിനെ എടുക്കാനുള്ള അർഹതയൊന്നും നിനക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണയോട് സംസാരിക്കുന്നു. പിന്നീട് മേഘനാഥൻ എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങിയെന്നറിയുന്ന മാർക്കോ ആണെങ്കിൽ മേഘനാഥനെ കാണാനായിട്ട് അങ്ങോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ സ്വാതി വാതിൽ തുറക്കുന്നതും മാർക്കോനെ കാണുന്നതും ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോ ആണെങ്കിൽ മേഘനാഥൻ കിടക്കുന്ന റൂമിലോട്ട് ചെന്നിട്ട് നെഞ്ചത്ത് ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നു, നിൻ്റെ ഉദ്ദേശം വേറെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് മാറ്റിക്കോണം, അല്ലെങ്കിൽ നിൻ്റെ ശ്വാസം ഞാനിപ്പോൾ നിലപ്പിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നു മാർക്കോ. ഇത് കേട്ടുകൊണ്ട് ഓടി വരികയാണ് വാമദേവനും സീമന്തിനിയും. അപ്പോഴേക്കും മാർക്കോനോടായിട്ട് വാമദേവൻ പറയുന്നുണ്ട്, മാർക്കോ ഒന്നും ചെയ്യല്ലേ, അവനെ തോമസ് വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോഴാണ് അവനൊന്ന് നടക്കാൻ തുടങ്ങിയതെന്നെല്ലാം അവർ പറയുമ്പോഴേക്കും, അവനിനി ഒരിക്കലും നടക്കാത്ത തരത്തിൽ ഞാൻ അവനെ കിടത്തും, അവൻ്റെ സ്വഭാവം ഇനി മുന്നോട്ട് നല്ല രീതിക്ക് പോയില്ലെങ്കിൽ ഇവൻ ഈ കിടപ്പ് പോലും ഉണ്ടാവില്ല, ഇവൻ്റെ ജീവൻ ഞാൻ എടുത്തു കളയുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മാർക്കോ. പിന്നീട് ജാനമ്മയെ കാണാനായിട്ട് ജാനമ്മയുടെ വീട്ടിലോട്ട് എത്തുകയാണ് പ്രതാപൻ. അങ്ങനെ പ്രതാപൻ്റെ വണ്ടി വരുന്നത് കാണുന്ന ജാനമ്മയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് തന്നെ നിൽക്കുന്നു. പ്രതാപൻ അങ്ങനെ ജാനമ്മയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള പൈസ എനിക്ക് തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എനിക്ക് ചെയ്തു തരണം, എന്നാൽ മാത്രമേ ഇനി ആ കാശിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുള്ളൂ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ എല്ലാം പ്രവർത്തിക്കണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ജാനമ്മയാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുകയാണ്. ഇനി എന്നോടൊരു മഹാഭാവം ചെയ്യാനായിട്ട് പറയല്ലേ സാറേ, ഒന്ന് ചെയ്തതിന് മാത്രമാണ് എൻ്റെ മോൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നെല്ലാം പറയുമ്പോൾ, നിങ്ങളുടെ മോൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോനോട് പറഞ്ഞ കാര്യങ്ങൾ നേരാവണ്ണം ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്, നിങ്ങൾക്ക് ഈ കാര്യം ഏറ്റെടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ എൻ്റെ പൈസ ഉടനെ തന്നെ എനിക്ക് തിരിച്ചു തരണം, അതും ഇപ്പോൾ തന്നെ എന്നെല്ലാം പ്രതാപം പറയുന്നത് കേട്ട് അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.